നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിന് സമാപനമായി. അടുത്ത തൃശൂർ പൂരം ഏപ്രിൽ 26-ന്. പുലർച്ചെ നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഊട്ടോളി രാമൻ എന്ന ആന വിരണ്ടോടി. വൈകാതെ എലിഫന്റ് സ്ക്വാഡ് ആനയെ തളച്ചു. വടക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സമാപനമായി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്നു. തുടർന്ന് അടുത്ത മേടമാസത്തിലെ പൂരത്തിനു കാണാം എന്ന വാക്കു നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു. ആനകൾ തുമ്പിയുയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു. ഈ കാഴ്ച കാണാൻ നിന്ന വടക്കുംനാഥനും പൂരപ്രേമികളും നേർക്കുനേറായിരുന്നു. ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന കാഴ്ചയുടെയും കേൾവിയുടെയും വിരുന്നിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരും പിരിഞ്ഞു. തുടർന്ന് നടന്ന പകൽ വെടിക്കെട്ടും കണ്ട ശേഷം പൂരപ്രേമികൾ വീടുകളിലേക്ക് മടങ്ങി. അടുത്ത വർഷത്തെ തൃശൂർ പൂരം 2026 ഏപ്രിൽ 26-നാണ്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് തീയതി തീരുമാനിച്ചത്. രാത്രി ഉത്രം വിളക്ക് കൊളുത്തി ഭക്തർ കൊടിയിറക്കുന്നതോടെ പൂരത്തിന് ഔദ്യോഗിക സമാപ്തിയാകും.
പൂരത്തിനെത്തിച്ച ആന വിരണ്ടോടി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 2:15 പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. തുടർന്ന് സ്വരാജ് റൗണ്ടിൽ നിന്നും പാണ്ഡ്യ സമൂഹ മഠം MG റോഡിലേക്കുള്ള വഴിയിലേക്ക് ഓടി. അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും ഉടൻ എലിഫന്റ് സ്ക്വാഡ് സംഘം സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി. ജനങ്ങൾ ഓടി മാറുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 42ഓളം പേർക്ക് പരിക്കേറ്റത്. റവന്യൂ മന്ത്രി കെ രാജൻ കൺട്രോൾ റൂമിലിരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വീണ്ടും പരിക്കേറ്റ 42 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് കാര്യമായിട്ടുള്ളതല്ല. പലരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. മന്ത്രി കെ രാജൻ ജില്ലാ ആശുപത്രിയിലും സന്ദർശനം നടത്തി പരിക്കേറ്റവരെ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. എഴുന്നള്ളിപ്പിനിടയിൽ ഉട്ടോളി രാമൻ എന്നൊരു ആന ഒരു പേടി തോന്നി പുറത്തോട്ടോടി പഴയ സമൂഹമഠം റോട്ടിൽ ഏതാണ്ട് മഠത്തിൽ വരെ പോയി എന്നുള്ള പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അതിനെ തുടർന്ന് 42 പേര് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. സംവിധാനങ്ങളെല്ലാം കൃത്യമായി കൺട്രോൾഡാണ്. സമയത്ത് തന്നെ പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെല്ലാവരും കൺട്രോൾ റൂമിലുണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ നോക്കി എല്ലാ വിധത്തിലുള്ള കാഷ്വാലിറ്റികളും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടി സ്വീകരിച്ചു. ആനയെ തളയ്ക്കാൻ അതിവേഗം എലിഫന്റ് സ്ക്വാഡിന് പോകാൻ കഴിഞ്ഞു. എല്ലാ വശത്തും ആംബുലൻസുകളും വിവിധ സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങി. 42 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. 3-4 കേസുകളൊന്ന് MCHലേക്ക് റഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ഗുരുതരമായ പരിക്കുകളില്ല. ആളുകൾ അനാവശ്യമായി ആശങ്കപ്പെട്ട് പല വഴിക്ക് പായേണ്ടതില്ല. കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ആനയെ തളച്ചിട്ടുണ്ട്. മറ്റ് പ്രിക്കോഷനുകളെല്ലാം എടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടാണ് നടന്നത്. പാറമേക്കാവ് ഭഗവതി സാധാരണ ചെയ്യുന്നത് പോലെ മണികണ്ഠനാൽ എഴുന്നള്ളി മണികണ്ഠനാൽ പന്തലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് വന്ന് നായ്ക്കനാലിൻ്റെ പന്തലിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വെടിക്കെട്ടിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ നഗരത്തിൽ നിന്ന് ഗ്രീൻ ലൈൻ ഒഴികെ ബാക്കിയുള്ളിടത്തുള്ള ആളുകളെ മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3:45 നമുക്ക് തിരുവമ്പാടിയുടെ വഴിമരുന്നിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോകാം. 3:45-നും 4 മണിക്കും ഇടയിൽ വെടിക്കെട്ട് ആരംഭിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ആശങ്ക വേണ്ട. എല്ലാം അണ്ടർ കൺട്രോൾഡാണ്. ആളുകൾ നേരത്തെ നിശ്ചയിച്ചനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുക. പോലീസിൻ്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും അനുസരിക്കുക. സാധാരണ നിലയിലുള്ള സുരക്ഷ കഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് യാതൊരു പ്രതിസന്ധി ഉണ്ടാകില്ല. നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പൂരപ്രേമികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം ആസ്വദിക്കാൻ പ്രത്യേക ഇടം. സ്ത്രീകൾക്കും കുട്ടികൾക്കും തൃശൂർ പൂരം കുടമാറ്റം ആസ്വദിക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കി ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ്. പാറമേക്കാവ് തിരുവമ്പാടി കുടമാറ്റം നടക്കുന്ന തെക്കേ ഗോപുരനടയിൽ ഇരുഭാഗങ്ങളിലായി പോലീസ് കൺട്രോൾ റൂമിനോട് ചേർന്നാണ് ഇടമൊരുക്കിയത്. ഏകദേശം 1000-ലധികം വനിതകൾക്കായി ബാരിക്കേഡുകൾ കെട്ടി പൂരം ആസ്വദിക്കാൻ സുരക്ഷ ഒരുക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദാഹജലവും ORS പാനീയവും നൽകിയിരുന്നു. തിക്കും തിരക്കുമില്ലാതെ കുടമാറ്റം ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഇത്തവണ എല്ലാവരും. Partido de Valena
തൃശൂർ പൂര ചടങ്ങുകൾക്ക് ശേഷം തൃശൂർ കോർപ്പറേഷൻ മണിക്കൂറുകൾക്കകം തന്നെ പൂർണ്ണമായും ശുചിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സജ്ജമായി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുന്ന മുറയ്ക്ക് തേക്കിൻകാട് മൈതാനവും പൂരവുമായി ബന്ധപ്പെട്ട അനുബന്ധ റോഡുകളും മണിക്കൂറുകൾക്കകം സമയബന്ധിതമായി പൂർണ്ണമായും വൃത്തിയാക്കി നഗരത്തെ പരിപൂർണ ശുചിത്വത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുള്ളതായി മേയർ MK വർഗീസ് അറിയിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ അഭിമാനമായ 500-ലേറെ ശുചീകരണ വിഭാഗം ജീവനക്കാരും 100-ലേറെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നഗരത്തെ വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ സജീവമായി പങ്കെടുക്കും. പൂരത്തിന്റെ ചടങ്ങുകൾ സമാപിച്ചതിനു ശേഷം തെക്കേ ഗോപുരനടയിൽ മേയറുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾക്ക് ആരംഭം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. വൈകുന്നേരം 4 മണിക്ക് മോക്ക് ഡ്രിൽ ആരംഭിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും. മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് നിർദ്ദേശം നൽകി. പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആഭ്യന്തര, റവന്യൂ, ആരോഗ്യ, കുടുംബക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാന പോലീസ് മേധാവി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ, ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും കമ്മീഷണറും, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ, ജില്ലാ കളക്ടർമാർ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡർമാരെ നിയോഗിക്കണം. എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലർട്ട് ചെയ്യുക. വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. കമ്മ്യൂണിറ്റി വളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. ആശങ്ക ഒഴിവാക്കുക. മോക്ക് ഡ്രിൽ നടത്തുന്ന സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. സൈറൺ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക. വീടിനുള്ളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക. എല്ലാ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക. സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക. ദീർഘമായ സൈറൺ മുന്നറിയിപ്പുകളും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ, TV ഉപയോഗിക്കുക. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറണുകൾ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക.
അവിടെ ലൂസാക്കി കൊടുത്തേ. മോനെ കെട്ടടിച്ചു കൊടുത്തേ. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ
നൈരാശ്യം കിടക്കയിൽ മൂട്ട മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ മഹിളാ കോൺഗ്രസ് നേതൃയോഗം ചേർന്നു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുതലോടെ എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JV മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായാണ് നേതൃയോഗം ചേർന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, UDF ചെയർമാൻ NA സാബു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ്, നേതാക്കളായ ലീല രാമകൃഷ്ണൻ, സ്മിത മുരളി, ആനി ജോസ്, സന്ധ്യ കൊടക്കാടത്ത്, ലാലി ജെയിംസ്, കല്ലൂർ ബാബു, ബൈജു വർഗീസ്, ശൈല സാബു, നിഷ പ്രഭാകർ, ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. തൃശ്ശൂരിലെ പ്രവർത്തനം ഇത് നടന്നു വന്ന ജില്ലകളിൽ കാസർഗോഡായാലും കണ്ണൂരായാലും ജില്ലകളിലൊക്കെ വലിയ സ്വീകരണമാണ് ഈ പരിപാടിക്ക്. അപ്പോൾ അത് അതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ ഭയപ്പാടുള്ള പ്രോഗ്രാം നമ്മുടെ അഖിലേന്ത്യാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ വളരെ തൃശ്ശൂരിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് വിജയപ്രദമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനുവേണ്ടി പ്രത്യേക ഹൈവേ അതോറിറ്റിയുടെ നഷ്ടപരിഹാരം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കല്ലിടുക്കിൽ യോഗം ചേർന്നു. പട്ടിക്കാട് കല്ലിടുക്കിൽ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയായ KMCCയും മാനദണ്ഡങ്ങൾ ലംഘിച്ച് അമിത തീവ്രതയിൽ പാറ പൊട്ടിച്ചതിനെ തുടർന്ന് പരിസരവാസികളുടെ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരിസരവാസികൾ യോഗം ചേർന്നു. PR സുഭാഷിന്റെ വസതിയിൽ ചേർന്ന യോഗം BJP പാണഞ്ചേരി ഏരിയ ജനറൽ സെക്രട്ടറി ജിനേഷ് ചെമ്പൂത്ര ഉദ്ഘാടനം ചെയ്തു. വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്നും ജിനീഷ് പറഞ്ഞു. DMS മേഖലാ സെക്രട്ടറി ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. PR സുഭാഷ് സ്വാഗതവും ശ്രീദേവി ഗോപി നന്ദിയും പറഞ്ഞു. ബാംഗ്ലൂരിൽ നടന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ അന്താരാഷ്ട്ര കോൺഫറൻസ് കർണാടക ഫിസിയോകോൺ 2025 തന്റെ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് മികച്ച പേപ്പറിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സുബിൻ സോളമൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. തൃശൂർ സ്രാമ്പിക്കൽ SV സോളമന്റെയും പ്രമീളയുടെയും മകനാണ്. 27 വയസ്സുള്ള യുവാവ് അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലത്തുകൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. തുടർന്ന് 4 വർഷമായി ഫിസിയോതെറാപ്പി ചികിത്സയിലാണ്. ഇപ്പോൾ തോളിൻ്റെയും കൈമുട്ടിൻ്റെയും ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുത്തു. അതിനുശേഷം കൈവിരലുകളുടെ ചലനശേഷി വീണ്ടെടുക്കാനുള്ള നൂതന ഫിസിയോതെറാപ്പി സുബിൻ സോളമന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 മാസമായി നടന്നു വരികയാണ്. ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ കൈവിരലുകളുടെ പ്രവർത്തനത്തിൽ ഇത്രയും ഗണ്യമായ പുരോഗതി റിപ്പോർട്ട് ചെയ്ത ഒരേയൊരു കേസാണിത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹനയാത്രികർ തമ്മിൽ തർക്കം. ആമ്പല്ലൂർ സെന്ററിൽ വെച്ച് ബൈക്കിൽ തട്ടിയ ശേഷം നിർത്താതെ പോയ മിനി വാൻ പുറകെ എത്തിയ ബൈക്ക് യാത്രക്കാർ ടോൾ പ്ലാസയിൽ വെച്ച് വാഹനം തടഞ്ഞതാണ് തർക്കമുണ്ടാകാൻ കാരണം. മാളയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന അച്ഛനും മകനും സഞ്ചരിച്ച ബൈക്കിലാണ് ഇതേ ദിശയിൽ വന്ന മിനി വാൻ ഇവരെ മറികടക്കുന്നതിനിടെ തട്ടിയത്. തുടർന്ന് വാഹനം നിർത്താതെ പോവുകയായിരുന്നു. തർക്കത്തെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇടപെട്ട് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ച് പ്രശ്നം പരിഹരിച്ചു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ 10 സെക്കൻഡിനുള്ളിൽ കടന്നു പോകണം. 100 മീറ്റർ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണം. ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകൻ OR ജനീഷ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞ മാസം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. യാത്രക്കാർ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. ദേശീയപാത 544-ൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ 4 സ്ഥലങ്ങളിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സുഗമമാക്കാത്തതിനെ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്കാണ് ഇവിടങ്ങളിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് കളക്ടറുടെ നടപടി. KSRTC ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച കേസിൽ 3 യുവാക്കൾ പിടിയിൽ. എറണാകുളത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിനെ എടമുട്ടം ജംഗ്ഷന് വടക്കുവശത്ത് വെച്ച് എതിർദിശയിൽ നിന്നും സ്കൂട്ടറിൽ വന്നിരുന്ന പ്രതികൾ തടയുകയും ബസ് ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഡ്രൈവറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സദാശിവൻ, SCPO-മാരായ പ്രബിൻ, അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിന് സമാപനമായി. അടുത്ത തൃശൂർ പൂരം ഏപ്രിൽ 26-ന്. പുലർച്ചെ നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ ഊട്ടോളി രാമൻ എന്ന ആന വിരണ്ടോടി. വൈകാതെ എലിഫന്റ് സ്ക്വാഡ് ആനയെ തളച്ചു. വടക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.